സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേവിഡ് ലിവിങ്സ്റ്റൺ ഒരിക്കലിങ്ങനെ അഭിപ്രായപ്പെട്ടു, ദൈവത്തിന് ഏക മകനുണ്ടായിരുന്നു, ആ മകനെ ദൈവം മിഷണറിയാക്കി. ദൈവപുത്രൻ്റെ മൗതികമായ ശരീരമാണ് തിരുസഭ. തിരുസഭ ഇന്ന് മിഷൻ സൺഡേ ആയി ആഘോഷിക്കുകയാണ്. എന്താണ് മിഷൻ എന്ന് പറഞ്ഞാൽ? മിഷൻ എന്നത് ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് മനുഷ്യൻ ചിറക് കൊടുക്കലാണ്. എന്താണ് ഒരു മിഷണറി പ്രവർത്തനം? അല്ലെങ്കിൽ ആരാണ് ഒരു മിഷണറി? തൻ്റെ ജീവിത പരിസരങ്ങളിൽ അത്യുന്നതനായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് മിഷണറി. അതാണ് മിഷൻ്റെ ദൗത്യം. കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞാൽ, ഒരു മിഷണറി എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ലൈക്ക് ലിവിങ് ആണ്. ക്രിസ്തു സമാനമായി ജീവിക്കുന്ന വ്യക്തിയാണ്. ക്രിസ്തു സമാനമായി ജീവിച്ച ഒരു വ്യക്തി ഭാരതത്തിലുണ്ടായിരുന്നു. അദ്ദേഹം വടക്കേ ഇന്ത്യയിലെ ഒരു യാത്രയിൽ ഒരു കുഷ്ഠരോഗിയെ വഴിയരികിൽ കണ്ടുമുട്ടുന്നു. കാണുന്നവരെല്ലാം വെറുപ്പോടും അവജ്ഞയോടും കൂടെ ആ കുഷ്ഠരോഗിയിൽ നിന്ന് ഓടിമറയുകയാണ്. എന്നാൽ ഇദ്ദേഹം അടുത്തു ചെന്ന് ആ കുഷ്ഠരോഗിയെ ശുശ്രൂഷിക്കുന്നു. ഈ സമയത്ത് കുഷ്ഠരോഗി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ സ്പർശിക്കുന്നത്? ആളുകളെല്ലാം എന്നിൽ നിന്ന് ഓടിയകലുകയല്ലേ? ഈ സമയത്ത് ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഞാൻ യേശുവിൻ്റെ രൂപമാണ് താങ്കളിൽ കാണുന്നത്. യേശുവിൻ്റെ രൂപം താങ്കളിൽ ഞാൻ കാണുമ്പോൾ എനിക്കെങ്ങനെയാണ് താങ്കളിൽ നിന്ന് ഓടി അകലുവാനായിട്ട് കഴിയുക? ഇത് മറ്റാരുമല്ല, മിഷണറിയായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച സാധു സുന്ദർ സിംഗ് ആണ്. അപരനിലുള്ള ക്രിസ്തുവിനെ കണ്ടെത്തുവാനും ആ ക്രിസ്തുബോധത്തെ ഉണർത്തുവാനുമാണ് മിഷൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. സെയിൻറ്റ് ഫ്രാൻസിസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മുറിവുകൾ സുഖപ്പെടുത്തുവാൻ, തകർന്നു പോയത് ഒന്നിപ്പിക്കുവാൻ, വഴിതെറ്റിപ്പോയവരെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. മിഷൻ്റെ ദൗത്യവും അത് തന്നെയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ടുള്ള വേദഭാഗം മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ഭാഗമാണ്. എന്താണ് മിഷൻ? മിഷൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ഒരു വ്യക്തത ഈ തിരുവചനത്തിൽ നമുക്ക് ലഭ്യമാണ്. 3 ചിന്തകളാണ് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദ മിഷൻ ഓഫ് ലിബറേഷൻ. മിഷൻ വിമോചനത്തിന് വേണ്ടിയുള്ളതാണ്. 1-ാമത്തെ തിരുവചനം, അപ്പോസ്തലന്മാരെ അവിടുന്ന് തൻ്റെ അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും ഏതു രോഗവും ഏതു ദുർബലതയും സൗഖ്യമാക്കുവാനും അധികാരം നൽകി. ഇവിടെ സവിശേഷമായ അധികാരം നൽകിയാണ് ക്രിസ്തുനാഥൻ ശിഷ്യന്മാരെ വലിയ ദൗത്യത്തിനായി നിയോഗിക്കുന്നത്. ഈ ദൗത്യം നിറവേറ്റുവാനുള്ള അധികാരം ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ ഈ അധികാരം മനുഷ്യരെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, മറിച്ച് മനുഷ്യരെ ദുർബലമാക്കുന്ന, മനുഷ്യജീവിതത്തെ വികലമാക്കുന്ന തിന്മശക്തികൾക്കെതിരെ പോരാടുവാനുള്ള ആയുധമായിട്ടാണ് ദൈവികമായ അധികാരം ഈ ശിഷ്യന്മാർക്ക് നൽകുന്നത്. അധികാരങ്ങളെക്കുറിച്ച് 2 പദങ്ങൾ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ഒന്ന് ഓവർ ടു, രണ്ടാമത്തേത് എക്സോഷ്യ എന്ന് പറയുന്ന പദം. അതിൽ ആദ്യത്തെ പദം നിക്കോളോ മാക്കിയവെല്ലി ദ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അധികാരത്തെക്കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അധികാരം എന്ന് പറയുന്നത് ചതിയിലൂടെ വഞ്ചനയിലൂടെയൊക്കെ അധികാരികൾക്ക് ഉപയോഗിക്കാം. ഇവിടെ നീതിയും അനീതിയും തമ്മിലുള്ള വ്യത്യാസമില്ല. എന്നാൽ എക്സോഷ്യ എന്ന് പറയുന്ന പദം അത് ദൈവദത്തമായ അധികാരമാണ്. മാത്രമല്ല, ഈ അധികാരത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ദ ഗ്രേസ് ഫിൽഡ് അതോറിറ്റി എന്നുള്ളതാണ്. ഈ അതോറിറ്റി ശുശ്രൂഷിക്കാനുള്ളതാണ്, സുഖപ്പെടുത്താനുള്ളതാണ്, വിമോചനത്തിനായിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ അധികാരം നമ്മെ
അടിമത്തത്തിലേക്കാണ് നയിക്കുന്നത്. എന്നാൽ സുവിശേഷത്തിൻ്റെ അധികാരം സമ്പൂർണ്ണമായ വിമോചനത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇന്ന് സാമൂഹികവും സാമ്പത്തികവുമായ വിമോചനത്തിന് വേണ്ടി ആളുകൾ പടവരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അതിനേക്കാൾ എത്രയോ വലിയ വിമോചനമാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നുണ്ട്, ക്രിസ്തു വന്നത് രാഷ്ട്രീയമായ വിമോചനത്തിനോ സാമൂഹികമായ പരിഷ്കാരങ്ങൾക്കോ വേണ്ടിയല്ല, പാപത്തിൻ്റെ ആഴത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യജീവിതത്തെ വീണ്ടെടുക്കുവാനാണ്, വിമോചിപ്പിക്കുവാനാണ്, രക്ഷയിലേക്ക് ആനയിക്കുവാനാണ്. ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷയാണ്, വിമോചനമാണ് സമഗ്രമായ വിമോചനം. ഈ അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെടുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കും പ്രായോഗികതകൾക്കുമാണ് സ്ഥിതി സമത്വത്തിലധിഷ്ഠിതമായ ഒരു നവലോകം സൃഷ്ടിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, മിഷൻ എന്ന് പറയുന്നത് വിമോചനമാണ്. രണ്ടാമത്തെ ഒരു ചിന്തയെന്ന് പറയുന്നത് മിഷൻ, ദ മിഷൻ ഓഫ് കമ്പാഷൻ എന്നുള്ളതാണ്. മിഷൻ കരുണയുടേതാണ്. 10 അധ്യായം 6 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഇസ്രയേൽ വീട്ടിലെ നഷ്ടപ്പെട്ട ആടുകളിലേക്ക് പോകുക. എന്തിനാണ് നഷ്ടപ്പെട്ട ആടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്? മിഷൻ ആരംഭിക്കേണ്ടത് ജയാളികളിൽ നിന്നല്ല, പരാജിതരായിട്ടുള്ളവരിൽ നിന്ന്, നിസ്സഹായത അനുഭവിക്കുന്നവരിലോ ആണ്. സമൂഹം മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളിലാണ് മിഷൻ നമ്മൾ ആരംഭിക്കേണ്ടത്. മാർട്ടിൻ ഹൈഡഗറിൻ്റെ വാക്കുകൾ കടമെടുത്താൽ മനുഷ്യൻ ത്രോൺ ബീയിങ് ആണ്, സ്പേസ് നഷ്ടപ്പെട്ടവരാണ്, ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ കഴിയാത്തവരാണ്. അവരിലാണ് ദൈവത്തിൻ്റെ ഉണ്മ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ലെവിനാസിൻ്റെ എത്തിക്സ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അപരൻ്റെ മുഖമാണ്, നഷ്ടബോധമുള്ള അപരൻ്റെ മുഖമാണ് ദൗത്യത്തിനായി, ഉത്തരവാദിത്വത്തിനായിട്ട് എന്നെ വിളിക്കുന്നത്. മിഷൻ കരുണാർദ്രമായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം സെൽഫ് എംപ്റ്റിങ് അനുഭവമാണ്. അതായത് കെനോസിസ് ആണ്. ശ്രേഷ്ഠ ഇടയനായ നമ്മുടെ കർത്താവ് അധികാരത്തിൻ്റെ പദവികളുടെ എല്ലാ മേലാടകളും അഴിച്ചു വെച്ച് ഒരു ബലിയാടായി മാറുകയാണ്. ഈ ബലിയിലൂടെയാണ് ദൈവത്തിൻ്റെ അനന്തമായ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വർഷിച്ചത്. ബലിയേക്കാൾ കരുണയിൽ പ്രസാദിക്കുന്ന ഈ ഇടയനെ, ഈ കുഞ്ഞാടിനെ ചേർത്ത് പിടിക്കുമ്പോൾ നമ്മുടെ മിഷനും സാർത്ഥകമായി മാറുകയാണ്. സെയിൻറ്റ് ഫ്രാൻസിസ് പറയുന്നുണ്ടല്ലോ, എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അതായത് സുവിശേഷം എന്നത് വാക്കുകളല്ല, മറിച്ച് അത് പ്രായോഗികതയും രൂപാന്തരവുമായി മാറേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. മൂന്നാമത്തെ ചിന്തയെന്ന് പറയുന്നത് ദ മിഷൻ ഓഫ് ഡൊണേഷൻ എന്നുള്ളതാണ്. അതായത് മിഷൻ അത് പങ്കുവയ്ക്കാനുള്ളതാണ്, നൽകപ്പെടാനുള്ളതാണ്. 8-ാമത്തെ തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു, സൗജന്യമായി ലഭിച്ചതിനാൽ സൗജന്യമായി കൊടുക്കുക. നമുക്ക് സൗജന്യമായി ലഭിച്ചത് നമ്മൾ സൗജന്യമായി കൊടുക്കുക. ഇന്നത്തെ ഒരു കൺസ്യൂമറിസ്റ്റ് കാഴ്ചപ്പാടിൽ നമ്മൾ ചോദിക്കും, എന്താണ് സൗജന്യമായി കൊടുക്കുവാൻ പാകത്തിന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്? എന്നാൽ സൗജന്യമായി കൊടുക്കുവാൻ പാകത്തിന് അനന്തമായ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. നമ്മുടെ ബീയിങ്, നമ്മുടെ സെൽഫ്, നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ ടാലൻറ്റ് എല്ലാം നമ്മുടെ സൃഷ്ടിയല്ല, ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. സുവിശേഷ വേദഭാഗത്ത് നമ്മൾ കാണുന്നു, ശിഷ്യന്മാർക്ക് രോഗികളെ സുഖപ്പെടുത്തുവാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനുമുള്ള ഒരു വരം നൽകുകയാണ്. ഈ വരത്തെ ഒരിക്കലും കമ്പോളവൽക്കരിക്കരുത്, ഒരു പ്രൊഫിറ്റാക്കി മാറ്റരുത് എന്നുള്ള ഒരു ചിന്തയും ഈ സുവിശേഷ വേദഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ മിഷൻ യാത്രയിൽ ആയിരിക്കുമ്പോൾ ഒന്നും നിങ്ങൾ വിലപ്പെട്ടതൊന്നും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കരുത്. എന്തിനാണ് എല്ലാം ഉപേക്ഷിക്കാനായിട്ട് പറയുന്നത്? ലോകത്തിൻ്റേതായ എല്ലാം ഉപേക്ഷിക്കുമ്പോൾ സ്വർഗീയമായത് നമുക്ക് ലഭിക്കുകയാണ്. ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവരാജ്യ അനുഭവമാണ്. അതുകൊണ്ട് ദൈവരാജ്യത്തേക്കാൾ
പൊന്നും വെള്ളിയും താമ്രവും മറ്റു വിലപ്പെട്ടതൊന്നും എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രകൃതി നമ്മുടെ മുൻപിലുള്ള വലിയൊരു തുറന്ന പാഠപുസ്തകമാണ്. നമുക്കറിയാം, സൂര്യൻ ചൂടും വെളിച്ചവും നമുക്ക് നൽകുന്നുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഭൂമി എത്രയോ ഫലഭൂയിഷ്ടമായിട്ടാണ്. എന്തെങ്കിലും സ്വന്തമായി എടുക്കുന്നുണ്ടോ? മേഘങ്ങൾ മഴ പൊഴിക്കുന്നത് തിരിച്ചൊന്നും ആഗ്രഹിച്ചിട്ടല്ല. അതുപോലെ പൂക്കൾ മനോഹരമായി വിരിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ സൗരഭ്യം ചുറ്റുപാടുകൾക്ക് എത്രയോ ആനന്ദകരമാണ്. ക്രിസ്തു ശിഷ്യരായ നമുക്കും നമ്മിലുള്ള ഈ അനുഗ്രഹങ്ങളെ പകർന്നു നൽകുമ്പോൾ ചുറ്റുപാടുകൾക്ക് തന്നെ എത്രയോ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകും. ദൈവം എനിക്ക് സൗജന്യമായിട്ടാണ് എല്ലാം തന്നത്. എന്നാൽ സൗജന്യമായിട്ട് എന്താണ് ദൈവത്തിന് ഞാൻ കൊടുക്കുക എന്ന ചിന്തയുണ്ടായിരുന്ന വെർജീനിയയിലെ ലോട്ടിമോൺ എന്ന് പറയുന്ന ഒരു വനിതയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഈ ചിന്ത ശക്തമായപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ ജീവിതത്തെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. സൗജന്യമായി എനിക്ക് ജീവൻ ദൈവം തന്നു. ആ ജീവിതം ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ട് അവർ ചൈനയിൽ എത്തിച്ചേരുന്നു. അവിടെ 40 വർഷം കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അവിടെ ചെന്ന സമയത്ത് ഒത്തിരി വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് ഭാഷ അറിയത്തില്ല, അവിടുത്തെ തദ്ദേശീയരായ ആളുകൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, ക്ഷാമമുണ്ടാകുന്നു, മാരകമായ രോഗങ്ങളുണ്ടാകുന്നു, വെല്ലുവിളികളുണ്ടാകുന്നു. അതിൻ്റെ മധ്യേ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമാണ് എന്നെ അയച്ചത്, അതുകൊണ്ട് ദൈവം അയക്കുന്നിടത്തൊക്കെ ഞാൻ പോകും, ഒരിക്കലും ഞാൻ മടങ്ങിപ്പോകത്തില്ല. ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ശക്തമായപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. തുടർന്ന് നമ്മൾ കാണുന്നത് വിദ്യാഭ്യാസം അനേകർക്ക് പകർന്നു നൽകാൻ കഴിഞ്ഞു. രോഗികളെ ശുശ്രൂഷിച്ചു. ക്ഷാമകാലത്ത് ഭക്ഷണമായി, അനാഥർക്ക് അവർ ഒരിടമായി മാറി. സുവിശേഷം അനേകരോട് പ്രഘോഷിച്ചു. വേദപുസ്തകം അവരുടെ ഭാഷയിൽ അച്ചടിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക്, സ്നേഹത്തിലേക്ക്, വിമോചനത്തിലേക്ക് പലരെയും അവർ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ എത്രയോ ചലനങ്ങൾ, മാറ്റങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കും. സെയിൻറ്റ് തെരേസയുടെ വാക്കുകൾ കടമെടുക്കട്ടെ. എൻ്റെ പാദങ്ങൾ ക്രിസ്തുവിന് സഞ്ചരിക്കാനുള്ളതാണ്. എൻ്റെ കരങ്ങൾ അവിടുത്തെ പ്രവൃത്തികൾക്കുള്ളതാണ്. എൻ്റെ നാവ് അവിടുത്തെ സ്തുതിക്കുവാനുള്ളതാണ്. എൻ്റെ ഹൃദയം അവിടുത്തെ സ്നേഹത്തിനുള്ളതാണ്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുയരുമ്പോൾ നമ്മളും ഒരു മിഷണറിയായി, ക്രിസ്തുവിൻ്റെ പ്രഘോഷകരായി, സ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായി മാറുകയല്ലേ? അതിനായി ദൈവം തമ്പുരാൻ നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.